बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय यशोधनन्दना जय व्रजधनरञ्जन जय यशोधनन्दना जय व्रजधनरञ्जन जय यमुनतिरवनचारि जय कुंज बिहारी जय यमुनतिरवनचारि जय कुंज बिहारी जय यमुनतिरवनचारि जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय श्री श्री राधा नील माधव की जय श्री श्री जगन्नाथ बलदेव सुभद्रा मैया की जय श्री श्री गौरनिताय की श्रील प्रभुपाद की श्रील गुरुदेव की ताई गौर हरि प्रेम ओ नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्ति भवति नैष्टिकी कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे। नमो ओम विष्णुपादाय कृष्ण कृष्णाय भूतले श्रीमते महाविष्णु गोस्वामी नामिने नमामि मूर्धने चकारविंदे श्री भागवत पद समेत से प्रचार में लोकतारणे श्रील महाविष्णु गोस्वामी। हरे कृष्ण। എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും നല്ലൊരു ദിവസം
നല്ലൊരു ഭാഗവതം ഡേ ആശംസിക്കുന്നു. ഇന്ന് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ സെക്കൻഡ് ചാപ്റ്റർ വേഴ്സ് നമ്പർ 20, ഒന്നാമത്തെ കാൻഡോ രണ്ടാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഫസ്റ്റ് ശ്ലോകം വായിക്കാം. ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തിയോഗദഃ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തിയോഗദഃ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തിയോഗദഃ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം അപ്രകാരം, പ്രസന്ന ഉത്തേജിപ്പിക്കുന്നു, മനസ മനസ്സിനെ, ഭഗവത്ഭക്തി ഭഗവത്ഭക്തിയുടെ സേവനം, യോഗദഃ സമ്പർക്കത്താൽ, ഭാഗവത് പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച, തത്വം ജ്ഞാനം, വിജ്ഞാനം ശാസ്ത്രീയമായ, മുക്ത സ്വതന്ത്രമായി, സംഗസ്യ സംസർഗത്തിലൂടെ, ജായതേ ഫലത്തിലായി തീരുക. വിവർത്തനം ഭാവാർത്ഥം ഇസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ശുദ്ധ സത്വഗുണത്തിൽ സ്ഥാപിതമാകയാൽ ഭഗവത് ഭക്തിയുടെ സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോട് കൂടിയ ഒരാൾ സമസ്ത ഭൗതിക സമ്പർക്കത്തിൽ നിന്നും സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. ഭാവാർത്ഥം. ജയ ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യ കി. ഭാവാർത്ഥം. ഭഗവത്ഗീത 7:3 ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. അനേക സഹസ്രം ആളുകളിൽ ചിലപ്പോൾ നിർഭാഗ്യവാനായ ഒരാൾ പരിപൂർണത നേടാൻ ഉദ്യമിച്ചേക്കാം. പ്രായേണ ജനങ്ങൾ രജോ തമോ ഗുണങ്ങളാൽ നയിക്കപ്പെടുകയാൽ സദാ ഭോഗേച്ഛ, കാമം, അഭിലാഷം, അജ്ഞത, നിദ്ര എന്നിവയിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. അത്തരം അനേകം മൃഗതുല്യ മനുഷ്യരിൽ പരമാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത് ഒരാളോ മറ്റോ ആകുന്നു. അവർ നിർദ്ദിഷ്ടങ്ങളായ കർമ്മമനുസരിച്ച് ജീവിതം പരിപൂർണമാക്കാൻ ഉദ്യമിക്കുന്നു. അത്തരം അനേകം സഹസ്രം ആളുകളിൽ മനുഷ്യ ജീവിത വിജയം പ്രാപ്തമാക്കിയ ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനെ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നു. ശാസ്ത്രീയമായ ശ്രീകൃഷ്ണ വിജ്ഞാനം ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീത 18:55 ഉദ്ബോധിപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തിലും അതേ കാര്യത്തെ മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിക്കും അല്ലെങ്കിൽ ജീവിത വിജയം പ്രാപ്തമാക്കിയവർക്ക് പോലും പരിപൂർണമായി പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ ഭൗതിക വസ്തുവിന്റെ അല്ല ആത്മാവിന്റെ ഉൽപ്പന്നമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാക്കുന്നത്. ഭൗതിക വസ്തുക്കളുമായി തനിക്ക് യാതൊരു ഇടപാടുമില്ലെന്ന് മനസ്സിലാക്കുന്നയുടൻ ഒരാൾ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും വിരമിക്കുകയും അങ്ങനെ ഒരു ആത്മീയ സത്വമായി ഉത്തേജിതനായി തീരുകയും ചെയ്യുന്നു. ഒരാൾ രജോ തമോ ഗുണങ്ങൾക്കുപരിയാകുമ്പോഴാണ് ഈ വിജയപ്രാപ്തി സാധ്യമാകുന്നത്. അഥവാ മറ്റൊരു തരത്തിൽ അഭിപ്രായപ്പെടുകയാണെങ്കിൽ ബ്രാഹ്മണീയ യോഗ്യത പ്രാപ്തമാക്കുമ്പോഴാണ് ഈ വിജയപ്രാപ്തി സാധ്യമാകുന്നത്. ബ്രാഹ്മണൻ സത്വഗുണ പ്രതിരൂപമാകുന്നു. സത്വഗുണത്തിലല്ലാത്ത മറ്റുള്ളവർ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ അല്ലെങ്കിൽ ശൂദ്രരേക്കാൾ നിമ്നരോ ആകുന്നു. സദ്ഗുണ സമ്പന്നമാകയാൽ മനുഷ്യ ജീവിതത്തിന്റെ ഉത്തുംഗ പദവി
ബ്രാഹ്മണീയ പദവിയാകുന്നു. കുറഞ്ഞ പക്ഷം ബ്രാഹ്മണ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ഒരു ഭക്തനായി തീരുക സാധ്യമല്ല. കർമ്മത്താൽ ഒരാൾ മുൻപ് തന്നെ ബ്രാഹ്മണനാകുന്നു, എന്നാൽ അത് അന്തിമ തലമല്ല. മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ യഥാർത്ഥ അതീന്ദ്രിയ അവസ്ഥയിലായി തീരണമെങ്കിൽ അത്തരം ഒരു ബ്രാഹ്മണൻ ശുദ്ധ വൈഷ്ണവനായി തീരണം. ഒരു ശുദ്ധ വൈഷ്ണവൻ മുക്താത്മാവാകുന്നു. മാത്രവുമല്ല, വൈഷ്ണവൻ ബ്രാഹ്മണീയ പദവിക്കും അതീതനാകുന്നു. ബ്രാഹ്മണീയ പദവിയിലും ബ്രഹ്മതത്വം ശാസ്ത്രീയ ഭഗവത് വിജ്ഞാനത്തിന്റെ അഭാവമുള്ളതാകയാൽ ഭൗതിക അവസ്ഥയിൽ ബ്രാഹ്മണനും ബദ്ധാത്മാവാകുന്നു. ഒരാൾ ബ്രാഹ്മണീയ അവസ്ഥയും കടന്ന് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ വാസുദേവ പദവി പ്രാപിക്കേണ്ടതാണ്. ആത്മീയ പാതയിലുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള അധ്യയന വിഷയമാകുന്നു പരമദിവ്യോത്തമ പുരുഷ ശാസ്ത്രം. മൂഢന്മാർ അഥവാ അല്പജ്ഞാനികളായവർ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുന്നില്ല. അവർ അവരുടെ മനോരഥമനുസരിച്ച് കൃഷ്ണനെ വ്യാഖ്യാനിക്കുന്നു. പരമാർത്ഥത്തിൽ ബ്രാഹ്മണ പദവിയിലായിരുന്നാൽ പോലും ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തനാകാത്ത പക്ഷം ഒരാൾക്ക് പരമദിവ്യോത്തമ ശാസ്ത്രം മനസ്സിലാക്കാൻ സാധ്യമല്ല. യോഗ്യനായ ബ്രാഹ്മണൻ മുക്തിയുടെ ഉജ്ജീവ അവസ്ഥയിൽ ഒരു വൈഷ്ണവനായി തീരുകയാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്തെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു ആൻഡ് മാതാജീസ്. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. നമ്മൾ ഭാഗവതത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് ഭക്തി യോഗം എന്നാണ്. ഭാഗവതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ശ്രീല പ്രഭുപാദ് ഭക്തി യോഗം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിൽ ആദ്യത്തെ വേർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏവം പ്രസന്ന മനസ്സോ. പ്രസന്ന, നമ്മള് പ്രസന്നരായിരിക്കണം എപ്പോഴും. നമ്മൾ ഡിവോട്ടീസ് ആണെങ്കിൽ എപ്പോഴും പ്രസന്നരായിരിക്കണം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോ ഗുണങ്ങൾക്കനുസരിച്ച് എപ്പോഴാണോ നമുക്ക് ഓരോ ഗുണങ്ങൾ അഫക്റ്റ് ചെയ്യണത് ആ സമയത്ത് നമ്മുടെ പ്രസന്നത മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭക്തിവിധ ഭഗവത് സേവനം എല്ലാം ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ളും ഇതായിരിക്കും. ഒരു പ്രസന്നത നമ്മുടെ ഫേസിലുണ്ടാവും. നമ്മളൊരു 10 മണിക്കൊക്കെയാണ് ഉറക്കം എണീറ്റ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ പ്രസന്നത കുറയും. നട്ടുച്ചയ്ക്കാണ് എണീറ്റ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പ്രസന്നത വീണ്ടും കുറയും. ഇതില് ട്രാൻസ്ലേഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Thus established in the mode of unalloyed goodness, the man whose mind has been enlivened by the contact with the devotional service. അതായത് ശ്രീമദ് ഭാഗവതം 11:8-5. ശ്രീമദ് ഭാഗവതം 11:8-5 ഒരു ശ്ലോകത്തിൽ പറയുന്നു, മുനിഹി പ്രസന്ന ഗംഭീര ദുർവിഗാഭ്യോ ദുരത്യയഃ അനന്തപാരോഹി അക്ഷോഭ്യഃ സിമിത്തോദ ഇവാർണവഃ. അതായത് all saintly sage is happy and pleasing in his eternal behavior. Internally he is most brave and thoughtful because his knowledge is immeasurable and unlimited. He is never. ഈ ശ്ലോകത്തിൽ പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതം 11:8-5 പറയുന്നതാണ്. ഫസ്റ്റ് വേർഡ് നമ്മളതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസന്ന. പ്രസന്ന മീൻസ് ചിയർഫുൾ ഓർ പ്ലീസിങ്. ചിയർഫുൾ, നമ്മൾ നല്ല ചിയർഫുൾ ആയിരിക്കണം. നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ കരയുമ്പോഴും അതിനൊരു നിഷ്കളങ്കത ഉണ്ടായിരിക്കും. കുട്ടികൾ ചിരിക്കുമ്പോഴും നല്ലൊരു നിഷ്കളങ്കത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരിൽ അട്രാക്റ്റ് ആയി പോകുന്നത്.
എന്തുകൊണ്ട് നമ്മൾ കുട്ടികൾ അട്രാക്ട് ആവണം എന്ന് പറഞ്ഞാൽ അവർക്ക് നിഷ്കളങ്കമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് കറക്റ്റ് വിശക്കുമ്പോൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം അവർ ആക്ടിവിറ്റീസ് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ ഒരു കുഞ്ഞു കുട്ടി, ഒരു ന്യൂ ബോൺ ബേബി, ഒരു കുറച്ച് നാള് അവർ വളർന്ന് വരുന്നത് വരെ അവരുടെ ഫേസിനെല്ലാം നല്ല ഷൈനിങ്ങും നല്ല തിളക്കവും നല്ല പ്രസന്നമായിട്ടുള്ള വദനമായിരിക്കും. പക്ഷെ അത് കുറെ കഴിയാൻ നേരത്ത് നമ്മ മെറ്റീരിയൽ കണ്ടാമിനേഷൻ അഫക്ട് ചെയ്ത് വരാൻ നേരത്ത് എന്താവും, അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിൽ ശ്ലോകത്തിൽ പറയുന്നു പ്ലീസിങ്, ചിയർഫുൾ, നമ്മളെപ്പോഴും ചിയർഫുൾ ആയിരിക്കണം. ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് എന്താണ് ഭക്തി യോഗം എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഭക്തി യോഗം? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാമെങ്കിൽ ഇന്ററാക്ട് ചെയ്യാം. വാട്ട് ഈസ് ഭക്തി യോഗം? കേൾക്കുന്നുണ്ടോ? എല്ലാരും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയെന്നോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പ്രഭു. ഓക്കെ ഓക്കെ. എന്താണ് ഭക്തി യോഗം? അതായത് ഭക്തി യോഗം എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ട്രിവാൻഡ്രം ടു എവിടെ, തൃശ്ശൂർ, ട്രിവാൻഡ്രം ടു തൃശ്ശൂർ എത്ര കിലോമീറ്റർ ഉണ്ടായിരിക്കും? ഒരു 250 അല്ലെങ്കിൽ ഒരു 300-350 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ആലപ്പുഴ ടു തൃശ്ശൂർ എത്ര ഉണ്ടായിരിക്കും? ഒരു 200 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഇടപ്പള്ളി ടു തൃശ്ശൂർ ഒരു ഒരു 1 അവർ യാത്ര. മറ്റേ നമ്മൾ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. ഇത് നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ കൂടുതൽ അടുക്കും തോറും ഈ ഒരു ദൂരം കുറഞ്ഞു വരും. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തി യോഗം ചെയ്യുമ്പോൾ, നമ്മൾ ഭഗവത് ഭക്തി നല്ല രീതിയിൽ, ഡിവോഷണൽ സർവീസ് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ, contact with the devotional service to the Lord gains positive scientific knowledge of the personality of Godhead. അതായത് നമ്മൾ ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ദൂരം കുറഞ്ഞു വരും. ഇതാണ് ഭക്തി യോഗം എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭക്തി. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, അതാ ഭക്തി യോഗം. അതുകൊണ്ട് നമ്മൾ ഡെയിലി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ടോ? നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ ആ ഒരു ദൂരം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ക്യാമറ സ്റ്റാൻഡ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത പോയിന്റ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും ഭഗവാനെ ചിന്തിക്കാൻ പറ്റും. മഹാരാജ് പറയും, നമ്മുടെ ബുദ്ധി യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും കൃഷ്ണനെ ഓർമ്മിക്കാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണൻ എപ്പോഴാണോ നമ്മളെ ഓർമ്മിക്കുന്നത് അപ്പോഴും മാത്രമേ നമുക്ക് കൃഷ്ണനെ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. എന്നാ ഭഗവാന്റെ മനസ്സിൽ നമ്മളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? നമുക്ക് ആർക്കും ആൻസർ പറയാൻ പറ്റില്ല. ഭഗവാന്റെ മനസ്സിൽ നമ്മളുണ്ടോ എന്നുള്ള കാര്യം അല്ലേ? നമ്മൾ ഭഗവാന്റെ മനസ്സിൽ നമ്മളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണൻ ഉണ്ടാവും. ഈ ഒരു സംഭവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കൃഷ്ണന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഡിവോഷണൽ സർവീസ് ചില ദിവസങ്ങളിൽ ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഈ ഗുണങ്ങൾ അനുസരിച്ച് നമ്മൾ ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയില് പണ്ഡിത സമദർശനഹ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിലൊരു ആനയുടെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രാഹ്മണന്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു ചണ്ടാളന്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു പട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു യോഗിയുടെ പടവും കൊടുത്തിട്ടുണ്ട്. അതില് ഇത് എന്താണ് കാണിക്കുന്നത്? എല്ലാവരുടെയും ഹൃദയത്തില് ഭഗവാനെ കാണുന്ന ഒരാളാണ് പണ്ഡിത സമദർശനഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ അതിന്റെ മീനിങ്, ആന വന്നിട്ട് രജോ ഗുണം, ആ ചണ്ടാളനും ആ നായും വന്നിട്ട് തമോ ഗുണം, ബ്രാഹ്മണ വന്നിട്ട് സത്വഗുണം. അത് ഏത് ഗുണത്തില് പ്രവർത്തിച്ചാലും
ഈ യോഗിയായിട്ടുള്ള ഒരാള്, ആ ആള് വന്നിട്ട് എന്ത് ചെയ്യണം? ഇവരിൽ എല്ലാവരെയും സമദർശിനിയായിട്ട്, പണ്ഡിത സമദർശന, എല്ലാത്തിലും ഭഗവാന്റെ ആ ഒരു ഇടപെടൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാള് ഇരിക്കുമ്പോ നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതായത് ഫുൾ നമ്മള് വൃന്ദാവനിലോ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് അറിയാം, നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ജസ്റ്റ് ഓപ്പോസിറ്റ്, നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു, അവർ ഭൗതികം പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ആളാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ രാവിലെ രാവിലെ എണീറ്റ് നാമം ജപിക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇടുന്ന സമയത്ത് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഒരാളിനെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അപ്പൊ അവരുടെ ഉള്ളിലും ഭഗവാനാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത് അവർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. കെയർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസാദം കഴിക്കുന്നത് ഇത് പ്രസാദമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. നമ്മൾ കിടന്ന് ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മൾ അവരുടെ ഗുണം എന്താണോ ആ ഗുണം അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതാ ചെയർഫുൾ. എന്ത് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ചെയർഫുൾ ആയിരിക്കണം. പ്രസന്ന ചേതസ. അടുത്ത പോയിന്റ് വന്നിട്ട്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കുറച്ച് യാത്ര ചെയ്യാറുണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ പോവാറ് ബീച്ചിലാണ് പോവാറ്. നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് ആ ഒരു കടല്, തിരമാല, അതിന്റെ വൈബ്രേഷൻ, അതിന്റെ വൈബ്, ഇതെല്ലാം കാണാൻ നേരത്ത് നമ്മുടെ മനസ്സ് ഒരുപാട് എന്താവും, ഒരു ശാന്തി നമുക്ക് തരും. നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണത്. അപ്പോൾ പോകുന്ന സമയത്ത് ഈ ഒരു വൈബ് കാണാൻ നേരത്ത് നമ്മൾ നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ കുറച്ചു നേരം ശാന്തരായിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അത് ഭാഗവതത്തില് അഞ്ചാമത്തെ ക്യാൻഡോയിൽ ഒരു ശ്ലോകത്തിൽ പറയും, ഇത് ജരായുജം സേതജമണ്ഡ ചോദ്യതം ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതി ശൈല സരി സമുദ്ര ദീപഗ്രഹക്ഷേത്യ വിധേയ ഏക. ഘം മീൻസ് സ്കൈ. നമുക്ക് ആകാശം, നല്ല തെളിഞ്ഞ ഒരു ആകാശം നമ്മൾ കാണാൻ നേരത്ത് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ക്ഷിതി, ദ എർത്തിലി പ്ലാനറ്റ്, നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം, ആ ഒരു ഇത് കാണാൻ നേരത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ശൈല, ദ ഹിൽസ്, നമ്മുടെ വലിയ വലിയ പർവ്വതങ്ങൾ, നമ്മൾ ട്രെയിനിലൊക്കെ പോകാൻ നേരത്തെ തന്നെ പർവ്വതത്തിന്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആ ഒരു പർവ്വതം കാണാൻ നേരത്ത് നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. സരിത്, ദ റിവേഴ്സ്, നല്ല ഒഴുകുന്ന ഒരു പുഴ, നമ്മുടെ കരമനയാറ് പോലെ, അല്ലെങ്കിൽ നല്ല ഒഴുകുന്ന ഒരു പുഴ നമുക്ക് കാണാൻ നേരത്തെ, ഒരു നദി കാണാൻ നേരത്ത് നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് വന്നിട്ട് സമുദ്രത്തിനെ കാണുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ മനസ്സെല്ലാം നല്ല കുളിർമയായിട്ട്, നല്ല ശാന്തമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇതെല്ലാം വന്നിട്ട് ഓൾ ദീസ് ഇൻകൺസീവബിൾ എനർജി ഓഫ് കൃഷ്ണ, ഇതെല്ലാം ഭഗവാന്റെ ഒരു എനർജിയാണ്. ഇൻകൺസീവബിൾ, നമുക്ക് പറയാൻ പോലും പറ്റാത്ത എനർജിയാണ്. ഇപ്പൊ കടലിൽ എത്ര ആഴമുണ്ട്, കടൽ ഏതുവരെ ഇതായിട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് ഇൻകൺസീവബിൾ, ഭയങ്കരമായിട്ട് ഇതായിട്ട് കിടക്കുന്ന ഒരു ശക്തിയാണ്. അപ്പൊ ഇതിനെ കാണാൻ നേരത്ത് നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. അത് ഭഗവാന്റെ എനർജി ആയതുകൊണ്ടാണ് നമുക്ക് സന്തോഷം. ആ ഭഗവാന്റെ എനർജി അല്ല, നമ്മളായിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണെങ്കിൽ നമുക്ക് ആ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പോകാൻ നേരത്ത് നമ്മൾ എന്താവും? നമുക്ക് പ്രസന്ന, നമ്മൾ വന്നിട്ട് നമ്മുടെ 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 ചിന്തകൾക്ക്, നമ്മുടെ സംസാരത്തിന്, നമ്മുടെ എല്ലാത്തിനും ഒരു പ്രസന്നത വരും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഏവം പ്രസന്ന മനസ്സോ, നമ്മുടെ പ്രസന്നമായിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല പ്രസന്നമായിരിക്കണം. ചില സമയത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാം. അതെല്ലാം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവനും അവരുടെ അടുത്ത് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല. ഒരു ദിവസം തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് വന്നിട്ട്, അദ്ദേഹം വേറൊരു സൈഡ് എന്ന് പറഞ്ഞു മലേഷ്യ, ആ ഒരു സൈഡിൽ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് വന്നിട്ട് അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ശ്രീല പ്രഭുപാദിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു. പ്രഭുപാദ് വേറൊരു സൈഡിലാണ്. ശ്രീല പ്രഭുപാദിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ. ഈ പറഞ്ഞതുപോലെ ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഘസ്യ ജായത, ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു
വിഷമവും ഒരു ഇറിറ്റേഷനും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വന്നപ്പോൾ ഇദ്ദേഹം ശ്രീല പ്രഭുപാദിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോ ഇരുന്ന് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രീല പ്രഭുപാദിന്റെ മിഷനിലാണ്. അദ്ദേഹം എന്തുമാത്രം നമ്മളിപ്പോ ഇരുന്ന് ഈ ഭാഗവതം ചർച്ച ചെയ്യാനായിട്ട് അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കണം. നമുക്കൊന്നും ഒരു കഷ്ടപ്പാടുമില്ല. നല്ല ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, നല്ല ഒരു സ്ഥലം എല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം ആരുടെ കഷ്ടപ്പാടിലാണ് വന്നത്? ശ്രീല പ്രഭുപാദിന്റെ. അത് കഴിഞ്ഞിട്ട് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരായ ബാക്കി സന്യാസിമാരുടെ ആയിരുന്നു. ഇപ്പോ നമുക്ക് ആ ഒരു കഷ്ടപ്പാടില്ല. നമ്മൾ വലിയ മാനേജ്മെന്റ് ഒന്നും എടുത്ത് തലയിൽ വെച്ചിട്ടില്ല, ജസ്റ്റ് ചെറിയ ചെറിയ മാനേജ്മെന്റ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ് തലയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി അദ്ദേഹം നേരെ ഭഗവാനെ ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് വന്നപ്പോൾ ശ്രീല പ്രഭുപാദ് റൂമിനകത്ത് ഇരിക്കുകയായിരുന്നു. പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ശ്രീല പ്രഭുപാദിന്റെ റൂമിൽ കയറി ശ്രീല പ്രഭുപാദിനെ ഒന്ന് നോക്കിയപ്പോൾ ശ്രീല പ്രഭുപാദ് വന്നിട്ട്, അതായത് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ശ്രീല പ്രഭുപാദ് കമ്പേഷനേറ്റ്ലി സ്മൈലിംഗ് ടു ഹിം. ശ്രീല പ്രഭുപാദ് വളരെ കാരുണ്യത്തോടു കൂടി തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. നമുക്ക് ജസ്റ്റ് ഒരു ചിരി കൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ മനസ്സിലെ കലാമിറ്റീസ്, നമ്മുടെ ഹൃദയത്തിലെ കലാമിറ്റീസ് എല്ലാം മാറ്റാൻ പറ്റും. ജസ്റ്റ് ചിരിച്ചാൽ മാത്രം മതി. മഹാരാജ് എപ്പോഴും പറയാറുണ്ട്, ഡിവോട്ടി മീൻസ് സ്മൈൽ. നമ്മൾ ചിരിക്കുന്നവരായിരിക്കണം ഡിവോട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്തുകൊണ്ട് അട്രാക്ട് ആവണം എന്ന് പറഞ്ഞാല്, കുട്ടികൾ നിഷ്കളങ്കരാണ്, അവരുടെ ഹൃദയത്തിൽ ഒരു മാലിന്യവും ഇല്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ടും ഒരുപാട് കലാമിറ്റീസ് ഉള്ളത് കൊണ്ടും നമുക്കൊരിക്കലും മനസ്സ് തുറന്ന് നമുക്ക് ചിരിക്കാനായിട്ട് പറ്റും. ഇൻ കേസ് ചിരിച്ചാൽ തന്നെ അതൊരു പ്ലാസ്റ്റിക് സ്മൈലിംഗ് ആയിരിക്കും. കുറച്ചു നേരം, ഒരു ഒരു 30 ഡിഗ്രിയോ 10 ഡിഗ്രിയോ 40 ഡിഗ്രിയോ അത്ര ഏതെങ്കിലും. അതില് ഫൈനലി ഹി മെറ്റ് ശ്രീല പ്രഭുപാദ് ഇൻ ഹിസ് റൂം ആൻഡ് സോ ശ്രീല പ്രഭുപാദ് കമ്പേഷനേറ്റ്ലി സ്മൈലിംഗ് ടു ഹിം. ശ്രീല പ്രഭുപാദിന്റെ ആ ചിരിച്ചപ്പോ തന്നെ ശ്രീല പ്രഭുപാദിന്റെ ആ പ്രസന്നമായിട്ടുള്ള ആ ഫേസ് കണ്ടിട്ട് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ ഉള്ളിലുള്ള എല്ലാ കലാമിറ്റീസും മാറിപ്പോയത്. ഓക്കെ പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം കറക്റ്റാ ചെയ്തു. നമുക്ക് ഇതാ കാരുണ്യം, ഇതാണ് കൃപ എന്ന് പറയുന്നത്, കമ്പാഷനേറ്റ്ലി സ്മൈലിംഗ്. ഇതുപോലെ നമ്മൾ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യാസദേവനും ചെറിയൊരു ഡിസ്പോണ്ടൻസി, അദ്ദേഹത്തിന് ഒരു വിഷാദം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടും ഒരുപാട് വേറെ എന്തോ ഒരു ചെറിയ കാര്യം മിസ് ചെയ്തപ്പോ നാരദ മഹർഷി അവിടെ വന്നിട്ട് ഫസ്റ്റ് ചെയ്തതും ഈ ഒരു റൊട്ടീൻ, ഈ ഒരു കാര്യമാണ്. വ്യാസദേവന്റെ മുഖത്ത് നോക്കി നാരദ മഹർഷി ഫസ്റ്റ് ചെയ്തത് ചിരിക്കുകയാണ് ചെയ്തത്. വളരെ കമ്പാഷനോട് കൂടി ചിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഡിസ്പോണ്ടൻസി ചിലപ്പോൾ നമുക്കും ഉണ്ടാവും. നമ്മളൊരു പ്രോഗ്രാമിന് കയറി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ കയറി വരുന്നത്. അപ്പൊ അവിടെയുള്ള ഡിവോട്ടീസ് വന്നിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് ഏവം പ്രസന്ന മനസ്സോ, ആ ഒരു പ്രസന്ന ചേതസ്സോട് കൂടി നമ്മൾ അവരെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം, ആ മാലിന്യങ്ങളെല്ലാം നീങ്ങിപ്പോവും എന്നാണ് ഇത് ഭാഗവതം പറയുന്നത്. അടുത്ത നമ്മൾ ഭഗവാനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും വിഷമിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നാലും നമ്മൾ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാലും ഭഗവാൻ എപ്പോഴും ചിയർഫുൾ ആൻഡ് പ്ലീസിങ് ആണ്. നല്ല രീതിയിൽ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെന്ന് എന്ത് വിഷമം പറഞ്ഞാലും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഒരു ഡിവോട്ടീസിന്റെ അടുത്ത്, ഇപ്പൊ ഒരു ഡിവോട്ടിയുടെ അടുത്ത് മനസ്സിലുള്ള ഒരു പ്രശ്നം തുറന്ന് പറയാനായിട്ട് വരെ ആ ഡിവോട്ടി ഇതെല്ലാം അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്തെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന എന്തായിരിക്കും ഉണ്ടാവും? എന്തുണ്ടാവും? ആ ഡിവോട്ടി ഇതെല്ലാം കേട്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന എന്തുണ്ടാവും? ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്റെ പ്രശ്നം പറയാൻ വന്നിട്ട് ഇദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ ഇതുപോലെ എന്ത് വിഷമം പറഞ്ഞാലും ഭഗവാൻ വന്നിട്ട് ചിരിച്ചുകൊണ്ട് നല്ല പ്ലീസിങ് ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നിൽക്കുന്നത്. അത് നമുക്ക് അഫക്റ്റ് ചെയ്യില്ല, അത് നമുക്ക് ഹർട്ട് ആവില്ല. കാരണം നമുക്കേ അറിയാം കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണന്റെ പെരുമാറ്റം ഇങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്നതാണ്, ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം 64-65 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയ ഐശ്വരൻ.
ആത്മവൈശ്യർ വിധേയാത്മ പ്രസാദമതി ഗച്ഛതി. അതില് ഈ ഒരു നമ്മുടെ രാഗദോഷങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് ഏവം പ്രസന്ന മീൻസ് എലിവന്റ്, മനസ്സഹ ദ മൈൻഡ്. നമുക്ക് ഏവം പ്രസന്ന മനസ്സോ, നമ്മുടെ മനസ്സിൽ കലാമിറ്റീസ് ഒന്നും ഇല്ലാതെ നമ്മുടെ പ്രസന്നമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഇതില് മഹാരാജ് വന്നിട്ട് ഒരു നല്ലൊരു പോയിന്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ മഹാരാജിന്റെ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The important thing to remember that we have to be internally joyful and satisfied in Krishna consciousness, whatever our service or situation may be. നമ്മൾ എന്ത് തന്നെ ആയാലും, നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും, നമ്മുടെ സർവീസ് എന്തായാലും, നമ്മൾ ഇന്റേണലി ജോയ്ഫുൾ ആയിരിക്കണം. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ സർവീസിനെ, നമുക്ക് കിട്ടുന്ന സർവീസിനെ നമ്മൾ വന്നിട്ട് ജോയ്ഫുൾ അല്ലാതെ കാണുന്നു എന്ന് പറഞ്ഞാല് ആ സർവീസിന്റെ മഹത്വം നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. മൂന്നാമത് ഭഗവത് ഭക്തിയുടെ സേവനത്തിനെ കുറിച്ച് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ജ്ഞാനം നമുക്കില്ല. അത് ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷനിൽ പറയും, പോസിറ്റീവ് സയന്റിഫിക് നോളജ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഫസ്റ്റ് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കണം. രണ്ട്, സയന്റിഫിക് നോളജ്, നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നോളജ് നമുക്കിതിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഏകാദശി എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കാറുണ്ട്, ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. എന്തിനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയും, പുരാണങ്ങളിലെല്ലാം പറയും, അതായത് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗം. അന്നത്തെ ദിവസം നമ്മൾ ധാന്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ആ ഒരു ഏകാദശി വ്രതം എടുത്ത് നാമം ജപിച്ച് ഭഗവത്ഗീത ഭാഗവതം ഇതെല്ലാം കൂടുതൽ വായിച്ച് നല്ല രീതിയിൽ ആ ഒരു ലൈഫിനെ കൊണ്ടുപോകുന്ന ഏകാദശി വ്രതം. അത് ഒരു മാസത്തില് 11ാമത്തെ, ഒരു മാസത്തില് 2 ഏകാദശി. നമ്മളിപ്പോ സയന്റിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 15 ദിവസം നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ ഒരു ദിവസം ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം നമ്മൾ ആഹാരം കഴിച്ചാൽ 2 ദിവസം നമ്മൾ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് സയന്റിഫിക് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഭാഗവതം ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ ഇത് സയന്റിഫിക് ആണ്, അല്ലാതെ ആരോ എഴുതി വെച്ച് ഇതൊരു കെട്ടുകഥയാണ്, ഇത് ആരുടെയോ മനസ്സിൽ തോന്നിയതാണ്. വേറൊരു സ്വാമി ഇടയ്ക്ക് പറയുണ്ടായി, ഭാഗവത സപ്താഹം അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കഥകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. കാരണം നമുക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊരാളും ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഭാഗവതം ഭഗവത്ഗീത നമ്മൾ ഡിസൈപ്ലിക് സക്സഷൻ, ആ ഇതിൽ ഒരു ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് വരണമെങ്കിൽ ഇതൊരു സയന്റിഫിക് നോളജ് ആണ്. ഈ നോളജ് വന്നിട്ട് ഇത് തത്വവിജ്ഞാനം, ഭഗവത് തത്വവിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യത്തിനെ ലൈഫിൽ ഫോളോ ചെയ്യുന്നതിനാണ് വിജ്ഞാനം. ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ലിബറേഷൻ ഫ്രം ഓൾ മെറ്റീരിയൽ അസോസിയേഷൻ. നമുക്ക് മുക്തസംഗസ്യ ജായതേ, നമ്മൾ വന്നിട്ട് നമുക്ക് എല്ലാ മെറ്റീരിയൽ കലാമിറ്റീസും നമുക്ക് എന്തായിരിക്കാൻ പറ്റും, മുക്തരായിട്ടിരിക്കാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ശ്ലോകം. ഇതിൽ മഹാരാജ് അടുത്ത ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് റിമെമ്പർ ടു വി ഹാവ് ടു ബി ഇന്റേണലി ജോയ്ഫുൾ. നമ്മൾ ഉള്ളിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സേവ ചെയ്യാൻ പറയാൻ നേരത്ത് പറ്റൂല പ്രഭു എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇത് പറ്റില്ല പ്രഭു, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ്. ഇല്ലെങ്കിൽ അത് പറ്റില്ല പ്രഭു, ഇല്ലെങ്കിൽ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ പ്രഭു എന്ന് പറയുന്നത്. ആ സേവയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. Whatever our service or situation may be, gradually we are over exuberant when things are going good, and we are morose when the things are going bad. നമ്മള് ചില സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷവാനായിരിക്കും നമ്മളെ ഡിവോഷൻ. ചില സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സാഡ് ആയിട്ടും കാണാൻ പറ്റും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം തത് യത് അഹൈതുകം. അതായത് നമ്മൾ ഭക്തി ആണ് നമ്മളെ എയിമെങ്കിൽ ഒന്നാമത്തെ കാര്യം മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഭക്തിയിലോ നമ്മുടെ ലൈഫിലോ
അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാമജപം, ഭാഗവതം, ഭഗവത്ഗീത ഇതെല്ലാം പ്രോപ്പർ വേയിലാണോ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം വന്നിട്ട് ഡിവോട്ടി അസോസിയേഷൻ എടുക്കുമ്പോൾ നല്ല അസോസിയേഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏവം പ്രസന്ന മനസ്സോ, നമ്മൾ വന്നിട്ട് എപ്പോഴും പ്രസന്നരായിരിക്കും. ജയ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की, ശ്രീല പ്രഭുപാദ് की, ശ്രീല ഗുരുദേവ് की, തായ് ഗൗര ഹരി പ്രേമ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും അവരവരുടെ ഓഫീസ് ഡ്യൂട്ടി, സ്കൂൾ ഡ്യൂട്ടി, ഹോം ഡ്യൂട്ടി എല്ലാം തുടങ്ങാൻ ടൈമായി. സോ ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഹരേ കൃഷ്ണ ബ്രോ. ഹരേ കൃഷ്ണ. ദർശനം ഉണ്ടോ ബ്രോ ഭഗവാന്റെ? ഭഗവാൻ ഇപ്പോ ഇത് ഓഫറിംഗ് വെച്ചേക്കാണ്. ഓക്കെ ബ്രോ, ശരി ശരി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു ബ്രോ. ഹരേ കൃഷ്ണ. സിമ്പിൾ ക്ലാസ്. ഹരേ കൃഷ്ണ. സിമ്പിൾ താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശനിയാഴ്ച ഞായറാഴ്ച അടുത്ത സാറ്റർഡേ 3 രഥയാത്രകൾ വരുന്നതാണ്. പ്രഭു അനൗൺസ് ചെയ്യണേ ബ്രോ. 3 രഥയാത്രയാണ്. ഹരേ കൃഷ്ണ പ്രഭു മാതാജി. നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച പാറശാല രഥോത്സവം, സൺഡേ വന്നിട്ട് നമ്മുടെ കൊല്ലം രഥോത്സവം, അടുത്ത ഞായറാഴ്ച 13-ാം തീയതി, അടുത്ത ശനിയാഴ്ച 13-ാം തീയതി നമ്മുടെ ട്രിവാൻഡ്രം രഥയാത്ര. 3 രഥോത്സവം വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ സീനിയർ വൈഷ്ണവാസ് എല്ലാവരും പറയും, നമ്മുടെ രഥം വലിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാതെ രഥം വലിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ട് ഭഗവാനെ കൊണ്ടുവരിക എന്നുള്ളൊരു ഫോമാണ് ഈ രഥോത്സവം. നമ്മൾ ഓരോ പ്രാവശ്യം കയറ് വലിക്കുമ്പോഴും കൃഷ്ണ കം ടു മൈ ഹാർട്ട് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാവരും ഈ രഥയാത്രയ്ക്ക് പങ്കെടുക്കണം. ഈ 3 രഥയാത്രയ്ക്കും പങ്കെടുത്താൽ വളരെ സന്തോഷം. അല്ലെങ്കിൽ പറ്റുന്നത് പോലെ എല്ലാ രഥയാത്രയ്ക്കും പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതൊരു കൊല്ലത്ത് പോകാൻ ഹരേ കൃഷ്ണ. സോറി, കൊല്ലത്ത് പോകാൻ ഇവിടുന്ന് വല്ല വണ്ടികളോ വല്ല അറേഞ്ച്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. അത് പറഞ്ഞിട്ടുണ്ട്, തൈക്കാടില് പറഞ്ഞിട്ടുണ്ട്. 1 മണിയാവുമ്പോ ബസ് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പെർ ഹെഡ് 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും പോയിട്ട് രാത്രി 8:30-9 തിരിച്ചു വരും എന്ന് പറഞ്ഞു. മാതാജി അത് പാറശാലയ്ക്കല്ലേ, കൊല്ലത്തേക്കല്ലല്ലോ? പാറശാലയ്ക്ക്. പിന്നെ കൊല്ലത്തേക്ക് പ്രാവശ്യമ്പലത്തു നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക? ഈ പാറശാല രഥയാത്രയ്ക്ക് തൈക്കാടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വണ്ടി, പെർ ഹെഡ് 100 രൂപ മാജി. അതെ, ഓക്കെ. ഞാൻ ആക്ച്വലി ചോദിച്ചത് കൊല്ലം പോകാൻ വേണ്ടി ഈ പ്രാവശ്യമ്പലത്തു നിന്ന് വല്ലതും ആണോ, ഈ വണ്ടികൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഞാൻ താമസിക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. കൊല്ലത്ത് പോകാനായിട്ട് കൊല്ലത്ത് നമ്മുടെ ഇസ്കോൺ പള്ളിച്ചൽ ഡിവോട്ടീസ് എല്ലാവരും അവിടെ നിന്നായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അവിടെ വണ്ടി ഉണ്ടായിരിക്കും മാതാജി. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഇൻഫോം ചെയ്യും. Basically, I don't have any numbers of Pallichal or something. I am meeting even ഇതും ഞാൻ നാട്ടിൽ വന്ന ശേഷം ഇസ്കോണുമായിട്ടുള്ളൊരു ടച്ച് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം താങ്കളുടെ അനുഗ്രഹം, എല്ലാം കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയൊരു അനുഗ്രഹമാണ്. അപ്പൊ നമ്പർ എന്തെങ്കിലും ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്പർ വന്നിട്ട് ഐശ്വര്യ മാതാജി. യെസ് പ്രഭു. മാതാജി, ഗിരിരാജ് പ്രഭുവിന്റെ ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ മാതാജിക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. ഞാൻ അന്വേഷിച്ചിട്ട് മാജിയെ കോണ്ടാക്ട് ചെയ്യാം. മാജിയെ കഥാമൃത പ്രഭുവിന്റെ മാതാജിയുടെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ മേടിച്ചിട്ട് അത് കോണ്ടാക്ട് ചെയ്യാം മാജിനെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഹരേ കൃഷ്ണ. ദണ്ഡവത്. രണ്ട് രഥയാത്രയുടെയും ട്രാൻസ്പോർട്ടേഷന്റെ കോണ്ടാക്ട് പേഴ്സന്റെ നമ്പർ ഗ്രൂപ്പിൽ ഇടാൻ നോക്കാം. ഗ്രൂപ്പിൽ വിളിച്ചിട്ട് ഗ്രൂപ്പിൽ ഇടണം. ശരി. കോണ്ടാക്ട് ട്രാൻസ്പോർട്ടേഷന്റെ കോണ്ടാക്ട് പേഴ്സൺ കൊല്ലം, ട്രാൻസ്പോർട്ടേഷന്റെ കോണ്ടാക്ട് പേഴ്സൺ പാറശാല. ഇങ്ങനെ 2 നമ്പര് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഇടാൻ ദയവായി നോക്കിയാൽ. വളരെ നന്ദി. നല്ല ക്ലാസ് ആയി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി ഇറങ്ങുവാണേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
ഹരേ കൃഷ്ണ പ്രഭു.